കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ധവളപത്രത്തിൽ ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മറുപടി പറയുകയാണ്. വസ്തുതകൾക്ക് നേരെ കണ്ണടയ്ക്കാനാകില്ലെന്നും 10 വർഷം കൊണ്ട് രാജ്യം നേടിയത് ജനങ്ങൾ അറിയണമെന്നും ചർച്ചയ്ക്കിടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ധവളപത്രം അവതരിപ്പിച്ചതെന്നും നിർമ്മലാ സീതാരാമൻ. 90 करोड़ ये सब से क्या फायदा हो रही है ग्राउंड में, ये भी हम समझना चाहिए. डिस्ट्रिक्ट मिनरल फंड से क्योंझार उड़ीसा में डिजिटल डिस्पेंसरी उड़ीसा में बनाया गया. एज अ रिजल्ट बेसिक हेल्थ केयर, टेलीमेडिसिन कंसल्टेशन, फ्री मेडिसिन सब उड़ीसा में डिस्ट्रिक्ट में, वो भी क्योंझार डिस्ट्रिक्ट में मिल रही है. सेकेंड सर, क्या तकलीफ है सर? सुनिए ना. सेकेंड, शायबासा मॉडल आंगनबाड़ी सेंटर कंस्ट्रक्शन डीएमएफ के फंड से हुआ और उसको माल न्यूट्रिशन एड्रेस करने के लिए वेस्ट सिंहभूम डिस्ट्रिक्ट में बढ़िया काम हो रही है डिस्ट्रिक्ट मिनरल फंड के पैसा से. तीसरी, फाइनेंशियल ईयर ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. RK, ഇന്നലെയാണ് കോൺഗ്രസ് പ്രതിപക്ഷം നരേന്ദ്രമോദി സർക്കാരിനെതിരെ ബ്ലാക്ക് പേപ്പർ ഇറക്കുന്നത്. അതിന് പിന്നാലെ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള ധവളപത്രവും പുറത്തിറക്കി ധനമന്ത്രി. ഇന്ന് അതിന്മേലുള്ള ചർച്ച നടക്കുമ്പോൾ രൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നുണ്ട് UPA സർക്കാരിന്. ഒപ്പം മറുപടി ഈ പ്രസംഗത്തിനിടയിൽ തന്നെ ഇടപെട്ട് പ്രതിപക്ഷം ചില കാര്യങ്ങളിൽ പ്രതിഷേധമുയർത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സഭയിൽ ഏത് നിലയിലാണ് ഈ ചർച്ച പുരോഗമിക്കുന്നത്? റൂൾ 342 അനുസരിച്ചിട്ടുള്ള ചർച്ചയാണ് സഭയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈകിട്ട് ധനമന്ത്രി ഇതിന് മറുപടി പറയും. ഇപ്പോൾ നടക്കുന്ന ചർച്ചയ്ക്ക് ആമുഖമായിട്ട് ധനമന്ത്രി സംസാരിച്ചു. ധനമന്ത്രി പറഞ്ഞത് ഈ 10 വർഷക്കാലത്തെ UPയുടെ 10 വർഷവും നരേന്ദ്രമോദി സർക്കാരിന്റെ 10 വർഷവും തമ്മിലുള്ള ഒരു വിലയിരുത്തലാണ് ധവളപത്രത്തിൽ നടത്തിയിരിക്കുന്നത്. വസ്തുതകൾ ജനങ്ങൾ അറിയണം. രാജ്യത്തെ പൗരന്മാർ ഇരുട്ടിന് മുന്നിൽ നിന്ന് യാഥാർത്ഥ്യങ്ങളെ സമീപിക്കേണ്ട ആവശ്യമില്ല. കണക്കുകൾ മുന്നിലുണ്ട്. UPA സർക്കാരിന്റെ കാലത്ത് ഉണ്ടായ ഭരണ നേട്ടങ്ങളും അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളും NDA സർക്കാരിന്റെ കാലത്ത് അത് എത്രമാത്രമാണ് എന്നത് ഉൾപ്പെടെ പരിശോധിച്ചാൽ വ്യക്തമാകും. UPയുടെ കാലത്ത് ഉണ്ടായത് അഴിമതിയും കെടുകാര്യസ്ഥതയും മാത്രമാണ്. ധനവിനിയോഗത്തിൽ കെടുകാര്യസ്ഥത ഉണ്ടായി എന്നതിന് എല്ലാവിധത്തിലുള്ള തെളിവുകളും കണക്കുകൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ കോൺഗ്രസ് ആ സർക്കാരിന് നേതൃത്വം നൽകിയിരുന്ന കോൺഗ്രസ് ലോകത്താകെ ഉണ്ടായ സാമ്പത്തിക മാന്ദ്യമാണ് ചൂണ്ടിക്കാട്ടിയത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ രാജ്യത്തുണ്ടായ അഴിമതികൾ ഈ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭാഗമാണോ എന്ന് അവർ ചോദിക്കുന്നു. ഈ കോമൺവെൽത്ത് ഗെയിംസ് അടക്കമുള്ള അഴിമതികളാണ് ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആ വിധത്തിൽ ഏതെങ്കിലും ഒരു അഴിമതി സ്ഥാപിക്കപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ അഥവാ അങ്ങനെ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നതിനടക്കം പ്രതിപക്ഷം മറുപടി പറയേണ്ടി വരും എന്നാണ് നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ അവർ സഭയിൽ ഉന്നയിച്ചിരിക്കുന്നു. ഏതായാലും പ്രതിപക്ഷം ഈ വിഷയത്തിൽ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിപക്ഷവും അവരുടെ നിലപാട് വ്യക്തമാക്കും. വൈകിട്ട് ധനമന്ത്രി ഈ ചർച്ച ഉപസംഹരിച്ച് മറുപടി പറയും. ശരി RK, ഏതായാലും ഭരണപക്ഷം NDA സർക്കാർ പ്രതിരോധത്തിലായ ധനകാര്യ മാനേജ്മെന്റിനെതിരായ അല്ലെങ്കിൽ അതിലുള്ള വിമർശനങ്ങൾക്ക് ബ്ലാക്ക് പേപ്പറിനൊക്കെ മറുപടിയായാണ് ധവളപത്രം അതിലെ വിശദീകരിക്കുന്നത്. ഇപ്പോൾ ധനമന്ത്രി ഏതായാലും ആ ചർച്ച പുരോഗമിക്കുകയാണ്. ഇടപെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധമുയർത്തുന്നുണ്ട്. പല അവകാശവാദങ്ങളോടും അവർ പ്രതികരിക്കുന്നുണ്ട് സഭയിലും.